അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകാണ്. അതിൻ്റെ യൂട്യൂബ് വ്ളോഗാണ് വരാൻ പോകുന്നത്. അപ്പോൾ യാറോ ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത എല്ലാവർക്കും. അപ്പോൾ ഗൈസ് എയർപോർട്ടിലെത്തി. ഫുഡ് എടുക്കുന്നുണ്ട്. റസീം കുറച്ച് സീനിലില്ലേ. അപ്പോൾ ഇത് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി ഫ്ലൈറ്റിലേക്ക് വരും. ഇനിതാ റുബി ഫുഡ് എടുക്കുകയാണ്. അടുത്ത നമുക്ക് ഷെയർ ചെയ്യാം. ഇത് മൊത്തം റുബിക്കല്ലേ ഗൈസ്, നമ്മളും കൂടി ഷെയർ ചെയ്യും അല്ലേ റുബി? റുബി ഭയങ്കര ലുക്കിലാണ്. അപ്പം ഷൂ എല്ലാം നോക്കി എൻ്റെ മോനെ എന്താ ലുക്ക്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നതാണ്. ഫുള്ള് സെറ്റപ്പ്. എല്ലാവർക്കും ക്യാമറയെല്ലാം കണ്ടിട്ട് വലിയ വ്ളോഗറാന്ന് വിചാരിക്കുന്നുണ്ട്. റുബി പറഞ്ഞ് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ വ്ളോഗർ മാറാം. നല്ല റുബി ശരി. ഫ്ലൈറ്റെല്ലാം മിസ്സായാലും നോർമൽ കാര്യം അല്ല, നമുക്കൊരു പാടാ കണക്ഷൻ ഒന്നും ഇനി എടുക്കരുത്. റസീൻ്റെ ഫ്ലൈറ്റ് ചെറുങ്ങനെ മിസ്സായി. അതുകൊണ്ട് ട്രിപ്പിന് ഒരു 1 ഡേ ഡിലേ ഉണ്ട്. പക്ഷെ നമ്മൾ കളറാക്കുന്നതായിരിക്കും ട്രിപ്പ്. ഫുഡ് നല്ല ഫുഡാണ്. കുറച്ച് ടൈം എടുക്കും, പക്ഷെ വലിയ ജേണിയാണ്. ഏകദേശം ഒരു മാസത്തെ ട്രിപ്പല്ല നമ്മളെ ട്രിപ്പ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫാമിലി വൈബും കൂടി ഉണ്ടാവും. ഇവൻ്റെ വീട്ടിലേക്ക് പോകും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഫുള്ള് മിക്സ്. കല്യാണം ഉണ്ടാവും അതിൻ്റെ ഒപ്പം. അതെല്ലാം നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. എത്ര മണിക്കൂർ സാർ ഡിലേ? 2 മണിക്കൂർ. ഉസ്മാനിക്ക് വിളിച്ചതല്ല. സെറ്റല്ലേ ലൈഫ്? ഓക്കെ അല്ലേ? ഇനി ഹാപ്പി അല്ലേ? ലാഭിക്കാൻ എന്ത് കളിച്ചാലോ? ഇനി 2000 ലാഭിക്കാൻ നോക്കി 4000 നഷ്ടമായി. ഞാൻ ദുബൈയിൽ വന്നത്, അതുകൊണ്ട് ലാഭമായി. ദുബായ് കണ്ട് ഫുഡെല്ലാം കഴിച്ച് ലാസ്റ്റാണ് ദുബായിൽ നിന്നതല്ല, പ്രാഗ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് കുക്കിംഗ് പഠിക്കണമെന്നെല്ലാം വിചാരിച്ചിട്ട് നിന്നതാണ്. ചെറിയ അത് ട്രിപ്പിൽ സാധാരണ നമ്മൾ കുറേ യാത്രകൾ ചെയ്തിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നല്ലേ റസീമ? എനിക്ക് വന്ന റസീമ ഇത്രക്കാലം നമുക്കൊരു പ്രശ്നമില്ലാണ്ട് നമ്മൾ ട്രാവൽ ചെയ്തോണ്ട് ഇന്നിപ്പോൾ പുതിയൊരു അതിഥി വന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക്. ഞാനും ഓനും ട്രാവൽ ചെയ്ത് തരാൻ നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കില്ല. ഇത് ഞാനും നീയും വന്നേരാന്ന് പ്രശ്നമായത്. നമ്മൾ രണ്ടാളും തമ്മിൽ ഒത്തുപോലാന്ന്. പക്ഷെ നീ എന്നോട് പറഞ്ഞു ഓർമ്മയുണ്ട് റസീമ ഉപ്പ പോണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പണി കിട്ടും. അത് മാത്രല്ല, ഞാൻ ഷാദി, ജൂലിയ, മർവാന്, ഷാൻ എല്ലാരോടും പറഞ്ഞു നമുക്ക് നല്ല സംശയമുണ്ട് ഞാൻ ഇസ്താൻബുളിൽ എത്തിയിട്ട് ഉറങ്ങി പോയിട്ട് ഫ്ലൈറ്റ് മിസ്സാവും. പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ ഷാദിനെയും വിളിച്ചു പറഞ്ഞിന്, ജൂലിയനോടും പറഞ്ഞിന്. ഞാൻ മെന്നാന്നതിലേ പറയുന്നുണ്ട് നല്ല സംശയമുണ്ട്. ഞാൻ കുറേ വിളിച്ചിരുന്നു, ഒരുപാട് തവണ ഞാൻ വിളിച്ചത്. വൈഫൈ ഇല്ല, ഫോണിൽ വിളിച്ചൂടെ? ഉസ്മാനിക്ക് കുറേ എൻ്റെ ഫോണിൽ വിളിച്ചിന്. ഫോണിൽ എല്ലാം വോയിസ് മെയിലിലേക്ക് പോയി. ആൻറ്റിയും വിളിച്ചിന് വോയിസ് മെയിലിലേക്ക്. ഞാനും വിളിച്ചു നിന്റെ ദുബായ് നമ്പറിൽ. സാരില്ല, നല്ല തന്നെ ആയിരിക്കും. അപ്പോൾ ഗൈസ് ലോഞ്ചിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ലോഞ്ച്. ഷാർജ എയർപോർട്ടിൽ ലോഞ്ച്. അടിപൊളി ലോഞ്ച് അല്ല റുബി? അതൊന്നും വേണ്ട, നമുക്ക് പിന്നെ പഠിക്കാം. സറോസ്കിൻ്റെ റുബിൻ്റെ ഗേൾഫ്രണ്ടിന് കൊടുക്കാനാണ് റുബി. സറോസ്കി വേണം പോലെ വെറുതെ അറിയുന്ന മേടിക്കൊന്നുമില്ല. വെറുതെ തമാശ കണ്ടന്റ് ആക്കി ഭയങ്കര സ്നേഹം കണ്ടന്റ് ആക്കി തരാം. ഇത് മേടിക്കോ റുബി? പണിക്കൂലുണ്ട് ഗൈസ്.
വാറ്റ് ഫ്രീ ആയിട്ട് ഗോൾഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഫ്രീ ഗോൾഡ് ഗേറ്റിൽ വളരെ തിരക്കാണ്. അപ്പോൾ നമ്മളിവിടെ എങ്കിലും ഇരിക്കേണ്ടി വരും. എന്നാ റുബി ബോംബെ നിന്ന് പരിപാടി? ടോയ്ലറ്റ് പോയി അവിടെ ഇരിക്കാം. വാ കമോൺ, അവിടെ സീറ്റ് ഉണ്ട്. എന്നാ ഓ മൈ ഗോഡ്, നമ്മളെ ഫ്ലൈറ്റ് എന്നിട്ട് ബേബി കയറി പോകും. അങ്ങനെ ഉണ്ടോ? അരുതിയാ ഒരു ഞാനൊരു ബുക്ക് വായിക്കാന്ന് വിചാരിച്ച്. സംഭവം എന്ന് വെച്ചാൽ അവിടെ കുറേ കാലം ഓടിച്ചിട്ട് ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് അഥവാ സമയം കിട്ടിയ ഒരു 3 പേജ് വായിച്ചാൽ നല്ലതല്ല, വായിച്ചാൽ വളരുമെന്നാണ് ആരോ പറഞ്ഞത്. അതുകൊണ്ട് അത് ഫോളോ ചെയ്യേണ്ടിയിട്ട് എടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ റൂബിൻ്റെ പോകുന്നത് ചാൻസ് വളരെ കുറവാണ്. കട്ട് സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് ഇനി ഇതാ അടുത്ത ക്യൂ ഉണ്ട്. ഇതാണ് മെയിൻ പ്രശ്നം ട്രാവലിങ്ങിൻ്റെ. അടുത്ത ക്യൂ കാണിച്ചു കൊടുത്താൽ റൂബി 1 ക്യൂ ആണ്. താത്ത് പൊന്നിക്കില്ല, 1 ക്യൂ ആണ്. ഇനിയിപ്പോൾ ബസ്സിൽ കയറണം. ബസ് യാത്ര മസ്റ്റാണ് ഈ എയർ ഇന്ത്യക്കും നമ്മളെ ഫ്ലൈറ്റിനെല്ലാം. ഞാൻ അടുത്ത പ്രാവശ്യം എമിറേറ്റ്സിന് എന്താ പോകാത്തതെന്ന് ചോദിക്കരുത്, കുറച്ച് പൈസ കൂടുതലാണ് ഗൈസ്. പണിയില്ലാത്ത നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, അതെന്നെ വളരെ വലിയ കാര്യമാണ്. വേറെ ഒന്നും ഇല്ല തിന്നാൻ, അതുകൊണ്ട് നമ്മൾ മാഗി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. റുബി ഒരു ക്യാപ്ച്ചിനോ ചിക്കൻ മാഗി തന്നെ. വേറെ എന്തെല്ലാം നമ്മൾ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എല്ലാം പ്രീ ബുക്കാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഈ ഫ്ലൈറ്റിൽ ചൂട് ഭയങ്കര ചൂട് ഗൈസ്. AC വർക്ക് ചെയ്യുന്നില്ല. എന്താ പറയുന്നത്, ഉറങ്ങാൻ കഴിയുന്നില്ല. എയർ ഇന്ത്യനെ പറ്റി 2 വാക്ക് ഒന്നും പറയാനില്ല, വളരെ മോശം. എൻ്റെ അഭിപ്രായം കച്ചറ ഫ്ലൈറ്റ്. റുബി വയ്ക്കുന്ന 5 മിനിറ്റ് ആയോ? എന്തിനാ അറിയാ, മാഗി എന്നാണ്. മാഗി 5 മിനിറ്റ് കാത്തുക്കാൻ പറഞ്ഞത്. ഞാൻ വെച്ച ഫ്ലൈറ്റ് പൊന്തിയിട്ട് 5 മിനിറ്റ് ആയണോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് അത്ര ബുദ്ധിയിലായ എനിക്ക് അറിയില്ല, സോറി ബ്രോ. So guys, Jachi is here. Hi Jachi. Hi. Vishan from Australia. Hi bro. ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. 2 ഫിൽറ്റർ കോഫി. അതിപ്പോ ഫുഡിന് വെയിറ്റിംഗ് പണ്ടേ ഇഷ്ടമല്ല. നല്ല വട ഉണ്ട്, നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. നമ്മളെ കൂട്ടാനിടാ നമ്മുടെ ഉസ്മാനിക്കാൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. എവിടെ ഇല്ലെന്ന് അറിയില്ല, നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കൊണ്ടുവന്നേ? നല്ല മഴ പെയ്യുന്നുണ്ട്, അടിപൊളി മഴയാണ്. तो पिक करने के लिए संदीप भाई आया था. बहुत बड़ा इंडियन ब्लॉगर है संदीप भाई, मल्लू ब्लॉगर. आप किधर से? सर यूपी से. रोज बारिश हो रही है फुल टाइम. ഭയങ്കര ട്രാഫിക്കാണ്. സോ ഇതാണ് നമ്മളെ റൂം. എസ്തെറ്റിക് പ്ലേസ് ആണ് ഗൈസ്, വളരെ എസ്തെറ്റിക് ആണ്. ടിക്ടോക്ക് എൻ്റെ ഞാൻ സ്പെഷ്യലായിട്ട് കൂളർ ദാറ്റ്സ് കൂളർ. കിച്ചൺ ഉണ്ട് ഗൈസ്. കിച്ചണിൽ കുക്ക് ചെയ്യാനൊന്നുമില്ല, നമ്മൾ റെസ്റ്റാണ്. ഇപ്രാവശ്യം കുക്കിംഗ് ഒന്നും ഇല്ല. What's up, boys?
ഫ്ലാറ്റ്